ഓം ശാന്തി 29/12/2020 ബാബ്ദാദ മധുബൻ പ്രഭാതമുരളി. ഇന്ന് ബാബ പറയുകയാണ്, മധുരമായ മക്കളെ, സംഘംയുഗത്തിൽ നിങ്ങളിപ്പോൾ ബ്രാഹ്മണ സമ്പ്രദായത്തിലേതായി മാറി. നിങ്ങളിപ്പോൾ മൃത്യുലോകത്തിലെ മനുഷ്യരിൽ നിന്നും അമരലോകത്തിലെ ദേവതയായി മാറണം. ബാബ പറയുന്നത്, ഇപ്പോൾ നിങ്ങളെല്ലാവരും സംഗമയുഗത്തിൽ വന്നിട്ട് ബ്രാഹ്മണ സമ്പ്രദായത്തിലായി. മൃത്യുലോകത്തിൽ നിന്നും അമരലോകത്തിലേക്ക്, അതായത് മനുഷ്യനിൽ നിന്നും ദേവതയായിട്ട് മാറണം. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഏതൊരു ജ്ഞാനം മനസ്സിലാക്കുന്ന കാരണത്താലാണ് പരിധികളില്ലാത്ത സന്യാസം ചെയ്യുന്നത്? കുട്ടികളായി നിങ്ങൾ ഏതൊരു ജ്ഞാനത്തെ മനസ്സിലാക്കുന്ന കാരണത്താലാണ് പരിധികളില്ലാത്ത സന്യാസം ചെയ്യുന്നത്? ഉത്തരം: നിങ്ങൾക്കിപ്പോൾ ഡ്രാമയെക്കുറിച്ചുള്ള യഥാർത്ഥമായ നോളജുണ്ട്. നിങ്ങൾക്കറിയാം, ഡ്രാമയനുസരിച്ച് ഇപ്പോൾ മുഴുവൻ ലോകവും ഭസ്മീഭൂതമായി മാറും, അല്ലെങ്കിൽ ഭസ്മമായി പോകും. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വർത്ത് നോട്ട് എ പെന്നി, ചില്ലിക്കാശിന് വിലയില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ നമുക്കിപ്പോൾ അതിൽ നിന്നും വെർത്ത് പൗണ്ടായിട്ട് മാറണം, അത്രയും മൂല്യമുള്ളവരായിട്ട് മാറണം. അതുകൊണ്ട് ഇസ്മേ ജോ കുച്ച് ഹോത്താ ഹൈ, ഈ സൃഷ്ടി നാടകത്തിൽ എന്തു തന്നെ നടന്നു കൊള്ളട്ടെ, വഫീർ ഹുഫു കൽപ് കെ ബാദ് റിപ്പീറ്റ് ഹോഗ, അത് പിന്നീട് കൽപ്പത്തിന് ശേഷവും ഇതേപോലെ തന്നെ ആവർത്തിക്കും. ഇങ്ങനെ ഡ്രാമയെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം കിട്ടിയപ്പോൾ ഈ പഴയ ലോകത്തോടുള്ള മമത്വം നമുക്ക് സ്വാഭാവികമായും ഇല്ലാതെയാകുവാൻ തുടങ്ങി. അങ്ങനെ കുട്ടികൾ പഴയ ലോകത്തിനെ സന്യസിച്ചു. ഈ തിരിച്ചറിവോടുകൂടി ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് അതിനെല്ലാം ഉപരിയായിരിക്കുന്നതാണ് പരിധികളില്ലാത്ത സന്യാസം. ഇന്നത്തെ മുരളിയിലെ ഗീതമാണ് ആനേ വാലി കൽ ഗീതം. നാളെ വരാൻ പോകുന്ന ലോകത്തിലെ നിങ്ങളാരാണ്? പൂമൊട്ടുകളാണ്. വരാൻ പോകുന്ന ലോകത്തിലെ പൂമൊട്ടുകളാണ് നിങ്ങൾ. ഓം ശാന്തി. കുട്ടികൾ ഈ പാട്ടിൻ്റെ വരി കേട്ടു. ഇനി വരാൻ പോകുന്നത് അമരലോകമാണ്. ഇത് മൃത്യുലോകമാണ്. അപ്പം അമരലോകവും പിന്നെ മൃത്യുലോകവും, ഇത് രണ്ടിൻ്റെയും സംഗമ സമയമാണിത്. ഇത് പുരുഷോത്തമ സംഗമയുഗം. എന്തുകൊണ്ട്? മനുഷ്യലോകത്തെ അല്ലെങ്കിൽ മൃത്യുലോകത്തെ മനുഷ്യനിൽ നിന്നും അമരലോകത്തെ ദേവതയായി ഉയർത്തപ്പെടുന്നു. ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് താഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്കാണ്, അധോഗതിയിൽ നിന്നും സദ്ഗതിയിലേക്കാണ്, കനിഷ്ഠ അവസ്ഥയിൽ നിന്നും ഉത്തമ അവസ്ഥയിലേക്കാണ്. ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണ് വിത്ത് പ്രൊമോഷൻ. അതാണ് പ്രൊമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫർ. അത് നടക്കുന്നത് സംഗമയുഗത്തിലായതുകൊണ്ടാണ് ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പുരുഷോത്തമ സംഗമയുഗമാണ്. ഈ സംഗമയുഗത്തിലാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആത്മാക്കളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ബാബ കുട്ടികളോട് പറയുകയാണ്, ആത്മ
അഭിമാനിയായിട്ട് ഇരിക്കണം. ഈ നിശ്ചയം ഉണ്ടായിരിക്കണം. എന്താണ്? പരിധിയില്ലാത്ത അച്ഛനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു നിശ്ചയം വരുമ്പോൾ മാത്രമേ നമുക്ക് ആത്മ അഭിമാനിയായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലക്ഷ്മി നാരായണൻ ആകണം, അല്ലെങ്കിൽ മൃത്യു ലോകത്തിലെ മനുഷ്യനിൽ നിന്നും അമരലോകത്തിലെ ദേവതയായിട്ട് മാറണം. ഇങ്ങനെയുള്ള ഒരു പഠിപ്പ് ഒരിക്കലും നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല, കാണാനും പറ്റില്ല. ബാബ നമ്മോട് പറയുന്നതാണ്, മക്കളെ, നിങ്ങളിവിടെ ആത്മാ അഭിമാനിയായിരിക്കും. ഈ ഒരു നിശ്ചയമുണ്ടായിരിക്കണം. പരിധിയില്ലാത്ത ബാബയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെയുള്ള ബാബ? പരിധികളില്ലാത്ത ബാബ. അത് നിരാകാരനായിരിക്കുന്ന ശിവനാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മൾ പുരുഷോത്തമ സംഗമ യുഗത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ സമ്പ്രദായം, ഇപ്പോൾ മീൻസ് പ്രസന്റിൽ, വർത്തമാന സമയത്ത് നിങ്ങൾ ബ്രാഹ്മണ സമ്പ്രദായത്തിലായി കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ദേവതയായി മാറണം. ഇനി പാസ്റ്റ് എന്തായിരുന്നു? ആദ്യം നിങ്ങൾ ശൂദ്ര സമ്പ്രദായത്തിലായിരുന്നു. അപ്പം ഈ ഒരു സെന്റൻസിലൂടെ ബാബ നമുക്ക് പാസ്റ്റും പറഞ്ഞു തന്നു, പ്രസന്റും പറഞ്ഞു, ഫ്യൂച്ചറും പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ സമ്പ്രദായത്തിലായി. ആദ്യം നിങ്ങൾ ശൂദ്ര സമ്പ്രദായത്തിലായിരുന്നു. വീണ്ടും നിങ്ങൾക്ക് ദേവതയായി മാറണം. ഇപ്പോൾ എന്നുള്ളത് പ്രസന്റ്, പഹലെ ആദ്യം എന്നുള്ളത് പാസ്റ്റ്, ഫിർ വീണ്ടും എന്നുള്ളത് ഫ്യൂച്ചർ. ഒരേ സമയം 3 കാലത്തിൻ്റെ ദർശനം ബാബ നമുക്ക് ചെയ്യിപ്പിക്കുകയാണ്. ബാബ വന്നിട്ട് കുട്ടികളെ കല്ലുബുദ്ധിയിൽ നിന്നും പവിഴബുദ്ധികളാക്കി മാറ്റുന്നു. ആദ്യം സതോപ്രധാന പാവന ബുദ്ധിയുള്ളവരായിരുന്നു. ഇപ്പോൾ വീണ്ടും സതോപ്രധാന പവിഴബുദ്ധിയുള്ളവരായിട്ട് മാറുകയാണ്. ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുമോ? അല്ലെ, സത്യയുഗത്തിൽ അധികാരിയായിരുന്നു ആരെങ്കിലും പറയാറുണ്ടോ? നമ്മൾ സത്യയുഗത്തിൽ അധികാരിയായിരുന്നു. ബാബറിന് സത്യയുഗത്തിൽ എല്ലാവരും വിശ്വത്തിൻ്റെ അധികാരികളായിരുന്നു. കേവലം ഒരു സത്യയുഗത്തിൻ്റെ മാത്രം അവകാശികളല്ല, മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നു. പിന്നീട് 84 ജന്മങ്ങളുടെ പടികൾ ഇറങ്ങി ഇറങ്ങി സതോ പ്രധാനത്തിൽ നിന്നും സതോ, രജോ, തമോയിലേക്ക് വന്നു. അപ്പോൾ ആദ്യം ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരുന്നു? സതോ പ്രധാനമായിരുന്നു. അപ്പോൾ പവിഴബുദ്ധിയായിരുന്നു. പിന്നീട് ആത്മാവിൽ കറ പിടിച്ചു, അഴുക്ക് പിടിച്ചു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ബാബ പറയുകയാണ്, നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, തികച്ചും നിങ്ങൾ അന്ധവിശ്വാസികളായിരുന്നു. എന്താണ്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ ആരുടെയെല്ലാം പൂജ ചെയ്തു, ആരെയൊക്കെ ഓർമ്മിച്ചു. പിന്നെ ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാതെ അവരെ ഓർമ്മിക്കുക, അവരെ പൂജിക്കുക, ഇതിനെയാണ് ബ്ലൈൻഡ് ഫെയ്ത്ത്, അന്ധവിശ്വാസം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ നമ്മുടെ ശ്രേഷ്ഠമായ ധർമ്മത്തെ മറന്നു, നമ്മൾ നമ്മുടെ ശ്രേഷ്ഠമായ കർമ്മത്തെ മറന്നു. അതെല്ലാം മറന്നതോടുകൂടി കർമ്മഭ്രഷ്ടരും ധർമ്മഭ്രഷ്ടരുമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഭാരതവാസികൾ ഈ സമയത്ത് ദേവതാധർമ്മത്തിൽ നിന്നും ഭ്രഷ്ടമായി പോയി. അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരികയാണ്, വാസ്തവത്തിൽ നിങ്ങളെല്ലാവരും പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. ദേവതകളും പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ ദേവതാധർമ്മം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സിസ്റ്റം എടുത്താലും അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് പ്രവൃത്തി മാർഗത്തിനാണ്. അതേ ദേവീ ദേവതകൾ എപ്പോഴാണോ അപവിത്രമായത്, അതിനുശേഷം നമുക്കവരെ ദേവീ ദേവത എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദേവതാധർമ്മം എന്നുള്ള പേര് മാറ്റിയിട്ട് ഹിന്ദു ധർമ്മം എന്ന് വെച്ചു. ഇതും സംഭവിച്ചത് ഡ്രാമയനുസരിച്ചാണ്. എല്ലാവരും ഒരേയൊരു ബാബയെ തന്നെയാണ് വിളിക്കുന്നത്.
എന്ത്? അല്ലയോ പതിത പാവന വരൂ. അത് ഒരേയൊരു ഗോഡ് ഫാദറാണ്. പ്രത്യേകത എന്താണ് ഗോഡ് ഫാദറിൻ്റെ? ജനന മരണ രഹിതൻ. ലോകത്ത് പേരില്ലാത്ത രൂപമില്ലാത്ത ഒരു വസ്തുവുമില്ല. ആത്മാവിനായാലും രൂപമുണ്ട്, പരമാത്മാവിനായാലും രൂപമുണ്ട്. പക്ഷെ അത് സൂക്ഷ്മമാണെന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ ആത്മാവിനെ സ്റ്റാർ, നക്ഷത്രം അല്ലെങ്കിൽ ബിന്ദു എന്ന് പറയുന്നു. ബിന്ദുവിൻ്റെ പൂജ ചെയ്യുന്നു, ശരീരത്തിൻ്റെത് ചെയ്യുന്നില്ല. അപ്പം ശിവബാബയുടെ പൂജ എന്ന് പറയുന്നത് ബിന്ദുവിൻ്റെ പൂജയാണ്. ഇന്നലത്തെ മുരളി ബാബ പറഞ്ഞില്ലേ, എനിക്ക് നിരാകാര രൂപത്തിൽ മാത്രമേ പൂജ കിട്ടുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ കുട്ടികൾക്ക് സാകാര ശരീരത്തിനും പൂജ കിട്ടുന്നുണ്ട്, ആത്മാവിന് ബിന്ദു രൂപത്തിലും പൂജ കിട്ടുന്നുണ്ട്. ഇപ്പം ഡബിൾ പൂജ്യം ആണ് കുട്ടികൾ. എന്നാൽ ശിവബാബയാണെങ്കിലോ അല്ലെ, ബിന്ദു രൂപത്തിലാണ് പൂജ കിട്ടുന്നത്. ശിവനെ എല്ലാവരും പൂജിക്കുന്നത് ബിന്ദു രൂപത്തിനെയാണ്, അല്ലാതെ ശരീരത്തിനെയല്ല. കാരണം ശിവബാബയ്ക്ക് ശരീരമില്ല. എന്നാൽ ആത്മാവായിരുന്ന ബിന്ദുവിനെ പൂജിക്കാൻ പറ്റുമോ? ആത്മാവാകുന്ന ബിന്ദുവിനെ പൂജിക്കാൻ പറ്റുമോ? ബിന്ദു എന്നാൽ സൂക്ഷ്മമാണ്, കാണാൻ പറ്റില്ല. അപ്പോൾ ആത്മാവായിരിക്കുന്ന ബിന്ദുവിനെ പൂജിക്കാൻ പറ്റാത്തത് കൊണ്ട് പൂജിക്കാൻ വേണ്ടി അതിനൊന്നല്പം വലുതാക്കി, സൈസ് ഒന്ന് വലുതാക്കി. പൂജയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ സയൻസ് എല്ലാം പഠിക്കുമ്പോൾ അതിൽ ബാക്ടീരിയയുടെയും വൈറസിൻ്റെ എല്ലാം പടം പ്രിൻ്റ് ചെയ്ത് വരും. വാസ്തവത്തിൽ ഒരു ബാക്ടീരിയയുടെ പടം പ്രിൻ്റ് ചെയ്യാൻ പറ്റുമോ? മൈക്രോസ്കോപ്പ് കൊണ്ട് കാണുന്ന ഒരു വസ്തുവാണ്, സൂക്ഷ്മജീവിയാണ്, മൈക്രോസ്കോപ്പിക് ഓർഗാനിസമാണ് ബാക്ടീരിയ. എന്നാൽ പുസ്തകത്തിന് പടമോ എത്ര വലുതാ! കാരണം നമുക്ക് കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ സൂക്ഷ്മമായ വസ്തുവിനെയും ചിലപ്പോൾ വലുതാക്കി വരയ്ക്കേണ്ടി വരും. അത് പഠിക്കാൻ വേണ്ടി മാത്രം. എന്ന് വെച്ച് ആ പുസ്തകത്തിൻ്റെ പേജിൽ കാണുന്ന അത്രയും വലിപ്പമുള്ള ജീവിയാണ് ബാക്ടീരിയ എന്നതിന് അർത്ഥമില്ല. അതേപോലെ ബാബ പറയാണ്, ഞാൻ സൂക്ഷ്മമാണ്, പക്ഷേ സൂക്ഷ്മമായി എന്നെ ഓർമ്മിക്കുവാനുള്ള ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിതലത്തിൽ അതിനേക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ആർക്കും അതിനെ. കാര്യം ബുദ്ധിക്കും അപ്പുറത്തുള്ളതാണ്, ചിന്തയ്ക്കും അപ്പുറത്തുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നിനെ ഓർമ്മിക്കുവാൻ, പൂജിക്കുവാൻ അതിൻ്റെ സൈസ് അല്പം ഒന്ന് വലുതാക്കേണ്ടി വന്നു. അങ്ങനെ വലിയ ലിംഗങ്ങളൊക്കെ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയാ? പൂജയ്ക്ക്, പൂജയ്ക്ക് വേണ്ടി മാത്രം. അപ്പം നമുക്ക് മനസ്സിലാകും, ഞാൻ ശിവലിംഗ പൂജ ചെയ്യുമ്പോൾ ഞാൻ ശിവനെയാണ് പൂജിക്കുന്നത് ബോധം കിട്ടുമല്ലോ. ശിവലിംഗത്തെ പൂജിക്കണമെങ്കിൽ ഇത് കണ്ണുകൊണ്ട് കാണാൻ പറ്റണമല്ലോ. അപ്പം മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അതിനെ അല്പം ഒന്ന് വലുതാക്കി വെച്ചുകൊണ്ട് അതിനെ പൂജിക്കുമ്പോൾ പൂജിക്കുന്ന ആളുടെ മനസ്സിൽ ഈ ഭാവന വരും, ഞാൻ ശിവനെയാണ് പൂജിക്കുന്നത്, അല്ലെങ്കിൽ ശിവൻ്റെ പൂജയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ പരമാത്മാ രൂപം എന്താണ്? ഈ ഞാൻ പൂജിക്കാൻ വെച്ചിരിക്കുന്ന ശിവലിംഗം പോലെയുള്ള രൂപമാണോ? ഇത്രയും വലുതാണോ? അതൊന്നും അറിയുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ഈ സമയത്താണ് ബാബ വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ജന്മങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അറിയുന്നില്ല. ആ അറിവില്ലായ്മയിൽ നിന്നാണ് നിങ്ങളൊരു തെറ്റ് പറഞ്ഞു. ആ തെറ്റെന്താണ്? 84 ലക്ഷം യോനികളിൽ ഓരോ ആത്മാവും എടുക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാതെ എന്തു പറഞ്ഞാലും പറയുന്നതെല്ലാം ഫാൾട്ടായിരിക്കും. അപ്പോൾ ആത്മാവിൻ്റെ ജന്മങ്ങളെക്കുറിച്ച് ശരിയായ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഒരു വലിയ തെറ്റ് തന്നെ പറയേണ്ടി വന്നതും അത് വിശ്വസിക്കേണ്ടി വന്നതും. അത് ഗബോഡ ലഗാദിയ, കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി, കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി. എന്നാൽ ഇപ്പോൾ ബാബ വന്നിട്ട് കുട്ടികളായി നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരികയാണ്. എന്താണ് മനസ്സിലാക്കി തരുന്നത്? നിങ്ങൾ ബ്രാഹ്മണനിൽ നിന്നും ദേവതയായിട്ട് മാറണം. കലിയുഗത്തിലെ മനുഷ്യരെ നോക്കൂ, അവരെല്ലാവരും ശൂദ്രരാണ്. അപ്പോൾ ബ്രാഹ്മണരായ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്നും ദേവതയാകണം എന്നുള്ളതാണ്. ഈ മൃത്യുലോകം എന്നുള്ളത് പതീത ലോകമാണ്. ലോകം അതുതന്നെയാണ്, രണ്ട് ലോകമൊന്നുമില്ല. അപ്പോൾ പുതിയ ലോകവും അതുതന്നെയാണ്, പഴയ ലോകവും അതുതന്നെയാണ്. ഒരേ ലോകത്തിൽ തന്നെയാണ്, ഒരു വസ്തു തന്നെയാണ് പുതിയതും പഴയതും ആകുന്നത്. ഒരു വസ്തുവിൻ്റെ രണ്ടവസ്ഥയാണ് പുതിയത് പഴയത് എന്ന് പറയുന്നത്. അതേപോലെ പുതിയ ലോകം പഴയ ലോകം എന്ന് പറയുന്നത് ഒരു ലോകത്തെക്കുറിച്ചാണ്.
രണ്ട് സ്ഥലത്തെക്കുറിച്ചല്ല. അപ്പം പുതിയ ലോകം അതായിരുന്നു. അപ്പോഴെന്താ പ്രത്യേകത? അവിടെ ദേവീ ദേവതകൾ രാജ്യം ഭരിച്ചിരുന്നു. ഒരേയൊരു രാജ്യമായിരുന്നു. എൻ്റെ നിൻ്റെ എന്നുള്ള വേർതിരിവൊന്നും ആ രാജ്യത്തുണ്ടായിരുന്നില്ല. ഏകരാജ്യമായിരുന്നു. ഇവരുടെ രാജ്യമായിരുന്നു. ആരുടെ? ലക്ഷ്മി നാരായണൻ്റെ. ഈ ലക്ഷ്മി നാരായണൻ എന്ന് പറയുന്നവർ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരികളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് തമോ പ്രധാനമായിട്ടുള്ള ലോകമാണ്. അനേക ധർമ്മങ്ങളുണ്ട്. ഈ ദേവീ ദേവതാ ധർമ്മം എന്ന് പറയുന്നതെല്ലാം പ്രായലോപം സംഭവിച്ചു പോയി. അപ്പം ദേവീ ദേവതകളുടെ രാജ്യം എപ്പോഴായിരുന്നു? എത്ര സമയം രാജ്യം ഉണ്ടായിരുന്നു? ഈ ലോകത്തിൻ്റെ ഹിസ്റ്ററി എന്താണ്? ജോഗ്രഫി എന്താണ്? ഇതൊന്നും തന്നെ ആരും മനസ്സിലാക്കുന്നേ ഇല്ല. എന്നാലിപ്പോൾ ബാബ തന്നെയാണ് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത്. ശരിക്കും ഇത് ഗോഡ് ഫാദർലി വേൾഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വ്യക്തമായിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്, എയിമുണ്ട്. എന്താണ്? അമരലോകത്തിലെ ദേവതയായി മാറണം. അതുകൊണ്ട് ഈ ഒബ്ജക്റ്റിനെ തന്നെയാണ്, എയിം ആൻഡ് ഒബ്ജക്റ്റിനെ തന്നെയാണ് അമരകഥ എന്നും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ജ്ഞാനത്തിലൂടെ ദേവതയായി മാറി കാലത്തിൻ്റെ മേൽ വിജയം കൈവരിക്കണം. ഇപ്പോൾ നിങ്ങൾ കാലത്തെ ജയിച്ചാൽ അവിടെ അരക്കൽപ്പം കാലം നിങ്ങളെ പൂജിക്കില്ല, കാലം നിങ്ങളെ പിടിക്കില്ല. അതാണ് കാലനില്ലാത്ത കാലം. അതാണ് സത്യയുഗം. അതുകൊണ്ട് എന്താണ് അവിടെ മരിക്കുക, മരിച്ചുപോയി, മരണം, ഈ വാക്കുകളൊന്നും അവിടെ ആരും ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാലത്തിൻ്റെ മേൽ വിജയം നേടൂ. ഡ്രാമ പ്ലാൻ അനുസരിച്ച് അതിനുള്ള സമയമാണ്, അതിനുള്ള അവസരമാണ്. അതുകൊണ്ട് അത് ചെയ്യണം, അതിൻ്റെ ലാഭം എടുക്കണം. ഭാരതവാസികൾ 5000 വർഷത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതവാസികളും 5 വർഷത്തിൻ്റെ അല്ലെങ്കിൽ 10 വർഷത്തിൻ്റെ എല്ലാം പ്ലാനുകൾ തയ്യാറാക്കും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്തായിരിക്കുന്നു? ഇത്ര വർഷം കൊണ്ട് ഇവിടെ രാമരാജ്യം ഉണ്ടാക്കും, ഇത്ര വർഷം കൊണ്ട് ഇവിടെ ഇന്നതൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഓരോന്നിനും പ്ലാനുകളും പദ്ധതികളും ഒരു നിശ്ചിത വർഷം ഉപയോഗിച്ചുകൊണ്ട് അവർ തയ്യാറാക്കുന്നു. അവർ മനസ്സിലാക്കുക എന്താണ്? ഞങ്ങളിവിടെ ഇത്ര വർഷം കൊണ്ട് രാമരാജ്യം സ്ഥാപിക്കും. രാമരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബറിയാണ്. പരിധികളില്ലാത്ത ബാബയുടെ പ്ലാനാണ് ശരിക്കും രാമരാജ്യം സ്ഥാപിക്കുക എന്നുള്ളത്. ബാക്കി പ്ലാനുകൾ ഉണ്ടാക്കിയതെല്ലാം മനുഷ്യനാണ്. കാരണം ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് രാമരാജ്യത്തിൻ്റെ സ്ഥാപന ചെയ്യുവാൻ സാധ്യമല്ല. രാമരാജ്യം എന്ന് പറയുന്നത് തന്നെ സത്യയുഗത്തെക്കുറിച്ചാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. നോക്കൂ, മനുഷ്യർ എത്രമാത്രം ഭക്തി ചെയ്യുന്നു. ശരീരം കൊണ്ട് എവിടെയെല്ലാം തീർത്ഥയാത്രകൾ നടത്തുന്നു. എന്നാൽ പകൽ എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ പകൽ എന്ന് പറയുന്നത് സത്യത്രൈതായികമാണ്. അവിടെ ഈ ദേവതകൾ രാജ്യം ഭരിച്ചിരുന്നു. പിന്നീട് ഭക്തി വന്നു. എപ്പോഴാണ്? രാത്രിയിൽ, ദ്വാപര കലിയുഗമാകുന്ന രാത്രിയിൽ ഭക്തി ആരംഭിക്കാൻ തുടങ്ങി. സത്യയുഗത്തിൽ ഭക്തിയൊന്നുമില്ല. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം, ഇതെന്താണ്? ഇതിനെക്കുറിച്ച് ബാബ മനസ്സിലാക്കി തരികയാണ്. അതിൽ വൈരാഗ്യം എന്നത് തന്നെ 2 തരത്തിലാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഹഠയോഗി നിവൃത്തി മാർഗത്തിൽപ്പെട്ടവരുടെ പരിധികളുള്ള സന്യാസം അല്ലെങ്കിൽ വൈരാഗ്യം. ഒന്ന് ഹഠയോഗി നിവൃത്തി മാർഗത്തിലുള്ളവരുടേത്. അവരുടെ ജോലി എന്താ? അവർ വീടെല്ലാം വിട്ടിട്ട് കാട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഇവിടെ നിങ്ങളുടേത് പരിധികളില്ലാത്ത സന്യാസം. അവിടെ ഹഠയോഗി നിവൃത്തി മാർഗം, നിങ്ങളുടേത് രാജയോഗി പ്രവൃത്തി മാർഗം. അവർ വീട് വിട്ടുപോകുന്നു, നിങ്ങൾ വീട്ടിനകത്തിരിക്കുന്നു. അപ്പം രണ്ടും തമ്മിൽ ഒത്തിരി പേരെന്താണ്? വൈരാഗ്യം എന്നാണ്. പക്ഷേ 2 തരത്തിലുള്ള വൈരാഗ്യത്തിൻ്റെ അവസ്ഥകൾ വ്യത്യസ്തമാണ്. ബാബറിയാണ്, പരിധിയില്ലാത്ത സന്യാസമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. മുഴുവൻ മൃത്യുലോകത്തിൻ്റെ സന്യാസം ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ലോകം ഇനി എവിടെ വരേക്കുണ്ട്, എത്ര വരേക്കുണ്ട്. മുഴുവൻ ലോകവും ഭസ്മമായി പോവുകയാണ്. അതുകൊണ്ട് ഡ്രാമയെ
വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അല്ല, പേരിഴയുന്നത് പോലെ ടിക് 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 എന്ന് പറഞ്ഞ് സമയം ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ്. അതുകൊണ്ട് ജോ കുച്ച് ഹോത്താ ഹൈ, എന്ത് സംഭവിച്ചിട്ടുണ്ടോ അത് 5000 വർഷത്തിന് ശേഷം ഹുബ്ഹു റിപ്പീറ്റ്സ്, തനിയാവർത്തനം ചെയ്യും. അത് അതേപടി ആവർത്തിക്കും, ഒരു മാറ്റവും ഇല്ലാതെ തുടരും, റിപ്പീറ്റ് പോകുക. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾ പറയുകയാണ് പാപ്പ. ചിലപ്പോൾ എന്താണ്, നമ്മൾ വിദേശത്ത് പോകും. എന്തിനാ പോകുന്നത്? കാരണം വിദേശത്ത് പോയാൽ എന്താണ്, അവിടെയും നമുക്ക് ഈ ജ്ഞാനം കിട്ടുമോ? ചില കുട്ടികൾ സംശയമുണ്ട്. ഇവിടെ നിന്നെല്ലാം കോഴ്സെല്ലാം കേട്ട് ഞാൻ വിദേശത്തേക്കൊന്ന് പോകാൻ പോവുകയാണ്, അവിടെ ചെന്നാൽ ഈ ജ്ഞാനമാർഗം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ട് സാകാര മുരളി പറഞ്ഞ സമയത്ത് എന്തായിരുന്നു അവസ്ഥ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാബയുടെ ജ്ഞാനത്തിൽ നമുക്ക് തുടർന്ന് മുൻപോട്ട് പോകാൻ സാധിക്കുമോ എന്ന് ചില കുട്ടികൾ ചോദിക്കും. നോളജ് പഠിച്ചേ, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ ബാബ എന്താ പറയുക? ഹാ കഹാം ഭി ബൈത്തും പഠിച്ചേ, ഇവിടെ തന്നെ ഇരിക്കണമെന്നില്ല, എവിടെ ഇരുന്നും നിങ്ങൾക്കിത് പഠിക്കാം, ഏത് സ്ഥലത്തിലും നിങ്ങൾക്ക് ഈ മുരളി കേൾക്കാം. പക്ഷെ എന്ത് വേണം? ആദ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7 ദിവസത്തെ കോഴ്സ് എടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എവിടെ പോയാലും ഇത് പഠിക്കാൻ പറ്റും. ഇത് വളരെ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മാവിനെക്കുറിച്ച് ബാബ മനസ്സിലാക്കി തരികയാണ്. ഇത്രയെങ്കിലും മനസ്സിലാക്കണം ആത്മാവിനെക്കുറിച്ച്. എന്താണ്? എന്ത് മനസ്സിലാക്കണം? നമ്മൾ സതോപ്രധാന വിശ്വത്തിൻ്റെ അധികാരികൾ ആയിരുന്നു, സതോപ്രധാനമായിരുന്നു. ആ ഞാനാണിപ്പോൾ തമോ പ്രധാനമായത്. 84 ജന്മങ്ങൾ എടുത്തപ്പോൾ എന്ത് പറ്റി? വർത്തനോട്ടെ പെന്നി ബെൻപടെ, ചില്ലി കാശിന് വിലയില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ വീണ്ടും നമുക്ക് ഹം പൗണ്ട് കൈസെ ബനെ, ബഹുമൂല്യമുള്ളവരായിട്ട് മാറണം. അതെങ്ങനെ സാധിക്കും? ഇപ്പോൾ കലിയുഗമാണ്, അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും സത്യയുഗം ഉണ്ടാകും. നമുക്ക് ബാബ എത്ര സിമ്പിളായിട്ടാണ് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം 7 ദിവസത്തെ കോഴ്സ് കൊണ്ട് തന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ തമോ സ്റ്റേജിൽ നിന്ന്, സതോ സ്റ്റേജിൽ നിന്നും തമോയായത്? കാമചിതയിൽ ഇരുന്നിരുന്ന ആത്മാവ് കറുത്തുപോയി, തമോ പ്രധാനമായി തീർന്നു. ഇപ്പോൾ വീണ്ടും ബാബ നമ്മളെ ജ്ഞാനത്തിൻ്റെ ചിതയിൽ ഇരുത്തി സതോ പ്രധാനമാക്കി മാറ്റുകയാണ്. ലോകത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം ആവർത്തിക്കും, ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സംഗമയുഗത്തിലാണ്. ഇത് കഴിയുമ്പോൾ സത്യയുഗം വരും. ഇപ്പോൾ നമ്മൾ പറയണം, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? കലിയുഗത്തിൽ വന്നപ്പോൾ വിഷ്യസ്, വികാരികളായിട്ട് മാറി. സത്യയുഗത്തിലോ വൈസ്ലെസ്, നിർവികാരിയായിട്ട് മാറും. പക്ഷെ എങ്ങനെ മാറും? മാറണമെന്ന് ബാബ പറയുന്നു, മാറ്റാനാണ് വന്നിരിക്കുന്നത് പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം, എങ്ങനെയാണ് മാറേണ്ടത്? അതിനുള്ള വഴി, എങ്ങനെ മാറണം എന്നുള്ള വഴിയാണ് ബാബ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ ഉള്ളിൽ യാതൊരു ഗുണവും ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയും. അങ്ങനെയുള്ള ഞങ്ങളെ ഗുണവാനാക്കി മാറ്റൂ. ആരാണോ കൽപ്പം മുമ്പും ഗുണവാനായിട്ടുള്ളത്, എന്നാൽ അവരെ തന്നെയാണ്, അല്ലെങ്കിൽ അവർ തന്നെയാണ് വീണ്ടും മാറുന്നത്, അങ്ങനെയായി മാറുന്നത്. ഇത് ബാബ മനസ്സിലാക്കി തരുന്നു. ആദ്യം നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കും. ആത്മാവ് ഒരു ശരീരത്തെ സ്വീകരിച്ച്, അല്ലെങ്കിൽ സ്വീകരിക്കും മുമ്പ് വേറൊന്നിനെ ഉപേക്ഷിക്കണം. ഒന്ന് ഉപേക്ഷിച്ചിട്ടാണ് മറ്റൊന്നെടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ദേഹി അഭിമാനിയാകണം. ഇപ്പോൾ നിങ്ങൾക്ക് ദേഹി അഭിമാനിയാകാനുള്ള ശിക്ഷണം, എങ്ങനെയാകണം എന്നുള്ള പഠിപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഫുൾ ടൈം ദേഹി അഭിമാനിയായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, അവകാശപ്പെടാൻ പറ്റില്ല, അങ്ങനെ ആകാൻ പറ്റിയിട്ടില്ല. ആകും, ഇപ്പോഴല്ല. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങളാരും എന്നാണ് സദാ ദേഹി അഭിമാനികളൊന്നുമായിട്ടില്ല. സത്യയുഗത്തിൽ സത്യയുഗത്തിലാവുമ്പോൾ എന്താണ്, അവിടെയും നമുക്ക് നല്ല പേരുണ്ട്, ശരീരത്തിന് പേരിടുന്നുണ്ട്. ലക്ഷ്മി നാരായണൻ എന്ന പേരല്ലേ, ആ പേരിലാണ് അവരിന്നും അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗത്തിലാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങളെല്ലാവരും അശരീരിയായിട്ടാണ് വന്നത്, ഇനി ശരീരിയായിട്ട് തിരിച്ചു പോകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വയത്തിനെ ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ
ഓർമ്മിക്കണം. സംഗമയുഗത്തിലാണ് ബാബ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പം ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇതാണ് റുഹാനി യാത്ര, ആത്മീക യാത്ര. ആത്മാവ് തൻ്റെ അച്ഛനെയാണ് ഇവിടെ ഓർമ്മിക്കുന്നത്. അപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ആത്മാക്കളിലെ പാപങ്ങളൊക്കെ ഭസ്മമായി തീരും. അതുകൊണ്ട് നമ്മൾ ഈ യോഗത്തിനെ അഗ്നി എന്നും പറയാറുണ്ട്, യോഗാഗ്നി എന്നും പറയാറുണ്ട്. ഓർമ്മയിലൂടെ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, എന്ത് വേണേലും ചെയ്യാൻ സാധിക്കും, എവിടെ വേണേലും പോകാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ്, ആദ്യം നിങ്ങൾ 7 ദിവസത്തെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഈ സൃഷ്ടി ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, നമ്മൾ എങ്ങനെയാണ് പടികളിറങ്ങി താഴേക്ക് വന്നത്. ഇപ്പോൾ ഈ ഒരു ജന്മത്തിൽ തന്നെയാണ് നമുക്ക് പടികൾ കയറേണ്ടത്. വിദേശത്തും അല്ലേ ബാബയുടെ കുട്ടികളുണ്ട്, അവർക്കുമെല്ലാം മുരളി കൃത്യമായിട്ട് ബാബ അയക്കുന്നുണ്ട്, അവർക്കത് കിട്ടുന്നുണ്ട്, അവരത് വായിക്കുന്നുണ്ട്. കാരണം ഇതൊരു സ്കൂളാണ്. സ്കൂളാകുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റഡി മെറ്റീരിയൽ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണ്ടേ, സ്കൂളിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഇത്. അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ സ്ഥലത്തും ഇത് കിട്ടുന്നുണ്ട്. അവരുടെ വാസ്തവത്തിൽ ഇതൊരു ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റിയാണ്, ഈശ്വരീയ വിശ്വവിദ്യാലയമാണ്. ഗീതയുടെ തന്നെ രാജയോഗമാണിത്, അല്ലെ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന രാജയോഗമാണിത്. എന്നാൽ അവരുടെ ശ്രീകൃഷ്ണൻ്റെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണനെ ഒരിക്കലും ഭഗവാൻ എന്ന് വിളിക്കാൻ പറ്റില്ല, ഭഗവാനല്ല ശ്രീകൃഷ്ണൻ. ബ്രഹ്മ വിഷ്ണു ശങ്കർ ഈ ത്രിമൂർത്തികളെ പോലും നമ്മൾ ദേവത എന്ന് വിളിക്കുക, ഭഗവാൻ എന്ന് വിളിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നത് വീണ്ടും നമുക്ക് ദേവതയാകാൻ വേണ്ടിയിട്ടാണ്. പ്രജാപിത ബ്രഹ്മാവും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഉണ്ടാകണം. ഇവിടെ പ്രജാപിത എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനായിരിക്കണ്ടേ. ബാബാറിന് വെറും പ്രജാപിതാവ് എന്ന് പറയുമ്പോൾ പിതാവിന് ഒരു പ്രജയുണ്ട്. അപ്പം പ്രജകളെല്ലാം ഇവിടുന്ന് ഉണ്ടാകണം. അതുകൊണ്ട് ഹം സോ ഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നല്ലതുപോലെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഹംസോക്ക് അർത്ഥ ഹേ അല്ലെ, ഹംസോയ്ക്ക് അർത്ഥമുണ്ട്. ബാബ വളരെ സഹജമായിട്ട് മനസ്സിലാക്കി തരികയാണ്. ഭക്തിമാർഗത്തിൽ എല്ലാവരും പറഞ്ഞത് ആത്മാക്കളായ നമ്മളെല്ലാം പരമാത്മാക്കളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, പരമാത്മാവിനെ എല്ലാവരും കൂടി പിടിച്ച് സർവ്വവ്യാപിയാക്കി. ബാബ പറയുന്നു, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ആത്മാവെന്നാണ് എന്നെ എല്ലാവരും വിളിക്കുക. അതെങ്ങനെ സ്വായത്തമാക്കും, അതെങ്ങനെ സംഭവ്യമാണ്? എല്ലാത്തിലും ഒരാൾക്ക് വ്യാപിച്ചിരിക്കാൻ പറ്റുമോ? മേ കൈസേ വ്യാപക് ഹോങ്ക, എങ്ങനെയാണ് ഞാൻ വ്യാപിക്കുന്നത്, എങ്ങനെ പറ്റൂ എന്നെ കൊണ്ടത്? നിങ്ങളെല്ലാവരും എന്നെ വിളിച്ചു, അല്ലയോ പതീത പാവന, വരൂ ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. നിരാകാരണ ആത്മാക്കൾ എല്ലാവർക്കും അവരവരുടേതാകുന്ന ദേഹമാകുന്ന രഥമുണ്ട്. എല്ലാ ആത്മാക്കളും അകാലമൂർത്തികൾ എന്നറിയപ്പെടുന്നു. സിംഹാസനമെന്നോ അകാല സിംഹാസനമെന്നോ രഥമെന്നോ എന്ത് വേണേലും പറയാം. എന്നാൽ ബാബയ്ക്കാണെങ്കിലോ സ്വന്തമായിട്ട് ശരീരമില്ല, രഥമില്ല. അതുകൊണ്ടാണ് ബാബയെ നമ്മൾ നിരാകാരൻ എന്ന് വിളിക്കുന്നത്. സൂക്ഷ്മ ശരീരവുമില്ല, അതേപോലെ സ്ഥൂല ശരീരവുമില്ല. അപ്പം നിരാകാരനായ ബാബ സ്വയം വന്നിരുന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ദേഹത്തിലേക്ക് വരികയാണ്. ആ ദേഹത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഭഗവാൻ സംസാരിക്കുന്നത്. ബാബ പറയുന്നത്, എനിക്കൊരു രഥമില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പതീതരെ പാവനമാക്കി മാറ്റുന്നത്? ഇതെന്തെങ്കിലും മാജിക്ക് കാണിച്ചിട്ടാണോ, മിറക്കിൾ കാണിച്ചിട്ട്, അത്ഭുതം കാണിച്ചിട്ടാണോ? അല്ല. അപ്പം രഥമില്ലാതെ പതീതരെ എങ്ങനെ പാവനമാക്കി തീർക്കും? ബാബ പറയുന്നു, ഞാൻ നിരാകാരൻ വന്നിട്ട് ഈ ശരീരത്തിനെ ലോൺ എടുക്കുകയാണ്. ടെമ്പററി ലോൺ ചെയ്യുക, താൽക്കാലികമായിട്ട് കടം മേടിച്ചിരിക്കുക. ഒരാവശ്യത്തിന് വേണ്ടി മേടിച്ചു, ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ ശരീരത്തിനെ പോലും വിളിക്കാം ഭാഗ്യശാലി. അത്രയ്ക്കും പ്രത്യേകതയുണ്ട് ഈ അവസ്ഥയ്ക്ക്. പറയാണ്, കുട്ടികളായി നിങ്ങളെല്ലാവരും ഇപ്പോൾ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് ബാബയിലൂടെ മനസ്സിലാക്കി. അങ്ങനെ ബാബ കുട്ടികളെ ത്രികാലദർശിയാക്കി മാറ്റി.
മറ്റുള്ള മനുഷ്യരുടെ പക്കലൊന്നും ഈ അറിവ് ഇല്ല. അതുകൊണ്ട് എന്താണ് ഈ സമയത്ത് എല്ലാവരും നാസ്തികരെന്നറിയപ്പെടുന്നു. ഒരു ബാബ വന്നിട്ട് കുട്ടികളായി നമ്മളെ ആസ്തികരാക്കി മാറ്റുന്നു. രചയിതാവായ ബാബയുടെ രഹസ്യം, രചനയുടെ രഹസ്യം ഇതെല്ലാം പറഞ്ഞു തരിക. രചയിതാവ് തൻ്റെയും രഹസ്യം പറഞ്ഞു തന്നു, തൻ്റെ രചനയുടെ രഹസ്യവും പറഞ്ഞു തന്നു. കാരണം ഇപ്പോൾ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിക്കില്ല. നിങ്ങൾ തന്നെയാണ് ജ്ഞാന സാഗറിൽ നിന്നും ജ്ഞാനമൊക്കെ എടുത്തിട്ട് ആ ജ്ഞാനത്തിലൂടെ എത്രയോ ഉയർന്ന പദവിയിലെത്തുന്നു. അതുകൊണ്ട് ഈ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ മാത്രമാണ്. അത് ബ്രാഹ്മണരായി നിങ്ങൾക്കാണ് ലഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ബാബ സംഗമയിൽ തന്നെയാണ് വന്നിട്ട് ഈ അറിവൊക്കെ നമുക്ക് നൽകുന്നത്. സദ്ഗതി നൽകുന്നത് ഒരേ ഒരു ബാബയാണ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന് സദ്ഗതി കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. മനുഷ്യനെ കൊടുക്കാൻ പറ്റില്ല. അല്ല, ഒരു മനുഷ്യനെ കൊണ്ട് വേറൊരു മനുഷ്യന് സദ്ഗതി കൊടുക്കാനൊന്നും സാധ്യമല്ല. അവന് ബാക്കി നമ്മൾ ഇത്രയും പോലെ ഗുരുക്കന്മാരെ കാണുന്നുണ്ട്. അവരൊക്കെ ആരാ? ഭക്തി മാർഗത്തിലെ ഗുരുക്കന്മാരാണ്. എന്നാൽ സത്ഗുരു ഒന്നേയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആഹാ സദ്ഗുരു ആഹാ എന്ന് പറയും. ആ സദ്ഗുരുവിൻ്റെ പാഠശാലയാണ് ഇത്. ലക്ഷ്യം എന്താണ്? നരനിൽ നിന്നും നാരായണൻ ആകാനുള്ളത്. ബാക്കിയുള്ളതെല്ലാം കേവലം ഭക്തിമാർഗത്തിലെ കഥകളാണ്. അങ്ങനെ ഗീത നമ്മൾ വായിക്കുന്നു, അതിലൂടെ എന്തെങ്കിലും പ്രാപ്തി കിട്ടുന്നുണ്ടോ? ബാബറിയാണ്, ഞാൻ കുട്ടികളായി നിങ്ങളുടെ സന്മുഖത്തിൽ വന്നിട്ട് പഠിപ്പിക്കുന്നു. ആ സന്മുഖത്തിലെ പഠിപ്പെടുക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഉയർന്ന ഗതി ഉണ്ടാകുന്നത്, സദ്ഗതി ഉണ്ടാകുന്നത്, ഉയർന്ന പദവി കിട്ടുന്നത്. ഈ പറഞ്ഞതിൻ്റെ എല്ലാം സാരാംശം എന്താണ്? ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് വേണ്ടത് പവിത്രത, അല്ലെങ്കിൽ പവിത്രമാവുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ബേസ്. അതിനെന്ത് ചെയ്യണം? പവിത്രമാകാൻ ബാബയുടെ ഓർമ്മയിലിരിക്കണം. ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഈ ഒരു വിഷയത്തിൽ, ഏത് വിഷയത്തിലാണ്? ബാബയുടെ ഓർമ്മയിലിരിക്കുക എന്നുള്ള വിഷയത്തിലാണ് മായ പലപ്പോഴും നമുക്ക് വിഘ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു, എന്നിട്ട് തൻ്റെ പൂർണ്ണമായ സമ്പത്ത് കരസ്ഥമാക്കണം. നാളെ എല്ലാവരും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഒരിക്കൽ പോലും നിങ്ങൾ മുരളി മിസ് ചെയ്യരുത്, നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം മുരളി മിസ്സായി പോയാൽ ബാബ പറയാണ്, നമ്മളതിനെ ആബ്സെൻ്റ് ആവുക എന്നാണ് പറയുക. മുരളി മിസ്സാവുക അർത്ഥം ആബ്സെൻ്റ് ആവുന്നു എന്നാണ്. ബാബ എവിടെ കഹാം സേ ഭി റിഫ്രഷ് ഹോത്തെ രഹേംഗെ. മുരളി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ മുരളിയിലൂടെ എവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിഫ്രഷ് ആകാം. ശ്രീമത്തിലൂടെ തന്നെ നടക്കണം. നമ്മൾ വെളിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, പോകുന്നതൊക്കെ കൊള്ളാം, പവിത്രമായിരിക്കണം. നിങ്ങളാരാണ്? വൈഷ്ണവന്മാരാണ്. വൈഷ്ണവൻ്റെ സംസ്കാരം എന്താണ്? ആ സംസ്കാരത്തിലിരിക്കണം. വൈഷ്ണവ് ഹോക്കറിരിക്കണേ. പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് കേട്ടതെല്ലാം കേട്ട് തലയാട്ടും ശരിയാണെന്നൊക്കെ പറയും. പക്ഷെ പുറത്തോട്ട് പോകുമ്പോഴും പവിത്രമായിരിക്കണം, വൈഷ്ണവനായിരിക്കണം. ബാബ പറയുന്നു, ഈ ലോകത്ത് വൈഷ്ണവർ തന്നെ 2 തരത്തിലാണ്. ഒന്ന് വൈഷ്ണവ്, 2 വല്ലഭാചാരി. 2 ഒരേ കുലത്തിൽപ്പെടുന്നവർ 2 കാറ്റഗറിയാണ്. പക്ഷെ എന്നാൽ അവർ പേരെന്താണ്? വൈഷ്ണവരെന്നാണ്, വല്ലഭാചാരി എന്നൊക്കെ പറയുമെങ്കിലും അവരും വികാരത്തിലേക്കൊക്കെ പോകുന്നുണ്ട്, പവിത്രമായിരിക്കുന്നില്ല. അപ്പം നിങ്ങൾ പവിത്രമായി മാറിയ ശേഷം എന്ത് ചെയ്യണം? പവിത്രമായി മാറിയ ശേഷമാണ് വിഷ്ണുവംശിയായിട്ട് മാറുന്നത്. അവിടെ നിങ്ങളെല്ലാവരും വൈഷ്ണവരായിരിക്കും. വൈഷ്ണവരിൽ ഒരിക്കലും വികാരങ്ങൾ ഉണ്ടാവുകയില്ല. അത് അമരലോകമാണ്. എന്നാൽ ഇത് മൃത്യുലോകമാണ്. അത് അമരലോകമാണ്, ഇത് മൃത്യുലോകമാണ്. ഇവിടെ നോക്കി എല്ലാവരും വികാരത്തിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ വികാരങ്ങളില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ വൈസ്ലെസ് വേൾഡ്, നിർവികാരി ലോകമെന്ന് പറയുന്നത്. അപ്പോൾ യോഗബലത്തിലുള്ള കുട്ടികളായി നിങ്ങൾ വിശ്വത്തിൻ്റെ രാജ്യപദവി കരസ്ഥമാക്കണം. ഇവിടെ ആളുകളാണെങ്കിലോ ലോകത്തിൻ്റെ അധികാരം കയ്യിലാക്കാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഇടയ്ക്ക് നിൽക്കുന്ന നിങ്ങൾക്കാണ് വെണ്ണ കിട്ടുന്നത്. നിങ്ങൾ നിങ്ങളുടെ രാജധാനി സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു സന്ദേശം നിങ്ങൾ കൊടുക്കണം. എല്ലാവർക്കും സന്ദേശം കൊടുക്കണം. ഈ സന്ദേശം സ്വീകരിക്കാൻ കൊച്ചുകുട്ടികൾക്കും അവകാശമുണ്ട്. കാരണം അവരും ആത്മാവാണ്. അത് ശിവബാബയുടെ മക്കളും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിനുള്ള അവകാശം തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും പറയേണ്ടത് എന്താണ്? സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുക. മാം ബാപ് മേ ജ്ഞാൻ ഹോഗാത്തോ ബച്ചോം കോപ്പി സിഖായെങ്കിൽ, അച്ഛനും അമ്മയ്ക്കും അറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ അറിവ് കുട്ടികൾക്കും പകർന്നു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ശിവബാബ ഓർമ്മിക്കൂ. ഒരേ ഒരു ശിവബാബ അല്ലാതെ രണ്ടാമതൊന്നില്ല. ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിലൂടെയാണ് തമോ പ്രധാനത്തിൽ നിന്നും ആത്മാക്കൾ സതോ പ്രധാനമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഈ പഠിപ്പ് വളരെ നല്ലതായിരിക്കണം. അത് നല്ലതുപോലെ പഠിക്കണം. എനിക്ക് വേണമെങ്കിൽ വിദേശത്ത് പോകണമെങ്കിൽ പോകാം. അവിടെ ഇരുന്നു കൊണ്ട് ഈ പഠിപ്പ് പഠിക്കാം. പിന്നെ സ്ഥലത്തിരുന്നാലേ പഠിപ്പ് പഠിക്കാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല. വിദേശത്ത് പോയിരുന്നാൽ അവിടെ ഇരുന്നും പഠിക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ വലിയ കാട്ടം പുസ്തകങ്ങളൊന്നും ചുമക്കുന്നില്ല. പുസ്തകത്തിൻ്റെ ബാഗുകളൊന്നുമില്ല. കൈയും വീശിയാണ് നടക്കുന്നത്. ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. കാരണം ഇവിടെ ബാബ നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ ഒന്നും ആവശ്യം പോലും വരുന്നില്ല. അതുകൊണ്ട് എന്താ, എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങൾക്കിത് പഠിക്കാനായിട്ട് സാധിക്കും. ബുദ്ധിസ യാതുകൾ സക്തേഹം, ബുദ്ധി കൊണ്ട് നമ്മൾ ഭാവി ഓർമ്മിക്കണം. ഈ പഠിപ്പ് എത്ര എളുപ്പമാണ്. യോഗം അഥവാ ഓർമ്മ, അതിലൂടെ നമുക്ക് ശക്തി ലഭിക്കുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വിശ്വത്തിൻ്റെ അധികാരിയായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ രാജയോഗം പഠിപ്പിച്ച് നമ്മളെ പാവനമാക്കുകയാണ്. അവരുടേത് ഹഠയോഗം, എന്നാൽ ഇത് രാജയോഗം. നമ്മുടേത് രാജയോഗം, അവരുടേത് ഹഠയോഗം. ഇതിൽ ബാബ പഥ്യം നല്ലതുപോലെ പാലിക്കണം. നല്ല രീതിയിലുള്ള പഥ്യം പാലിച്ച് മുൻപോട്ട് പോകണം. ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ നമ്മുടെ ജന്മാന്തരത്തെ പാപങ്ങളൊക്കെ ഇല്ലാതെയാവും. അതുകൊണ്ടാണ് നമ്മളിതിനെ സഹജ രാജയോഗം എന്ന് പറയുന്നത്. രാജ്യപദവിയുടെ പ്രാപ്തി കിട്ടണം, അതെടുക്കണം. അഥവാ നിങ്ങൾക്ക് ആ പദവി കിട്ടിയില്ലെങ്കിൽ ഇതിനകത്ത് ഓപ്ഷൻ എന്താണ്? നിങ്ങൾ ദരിദ്രനായിട്ട് മാറണം, അല്ലെങ്കിൽ പ്രജയിലേക്ക് പോകണം. അപ്പോൾ ശ്രീമതത്തിലൂടെ നടക്കുമ്പോഴാണ് എന്താണ് നമ്മൾ ശ്രേഷ്ഠരായിട്ട് മാറുന്നത്. എത്രത്തോളം നമ്മൾ ശ്രീമത്ത് പാലിക്കുന്നോ അത്രത്തോളം നമ്മൾ ശ്രേഷ്ഠരായിട്ട് മാറുകയും ചെയ്യും. ഭ്രഷ്ടാവസ്ഥയിൽ നിന്നും ശ്രേഷ്ഠ അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റം കൊണ്ടുവരണം. അതിന് ഭാവി ഓർമ്മിക്കണം. കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ജ്ഞാനമാണ് ഞാൻ തന്നുകൊണ്ടിരുന്നതും നിങ്ങൾ എടുത്തുകൊണ്ടിരുന്നതും. സത്യയുഗത്തിൽ പല പല രാജ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ രാജ്യത്തിനെ, ആ ലോകത്തിനെ സുഖധാമം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് ദുഃഖധാമമാണ്. എവിടെ നിന്നാണ് ആത്മാക്കൾ വന്നത്? അതാണ് ശാന്തിധാമം. ശിവബാബയ്ക്ക് ഇതെല്ലാം കാണുമ്പോൾ ബാബയ്ക്കാണ് ചിലപ്പോൾ അതിശയം തോന്നുന്നത്. വണ്ടർ വരുന്നുണ്ടെന്ന്. എൻ്റെ ബാബ ഉണ്ടടിക്കുന്നത് ദുനിയാമേ മനുഷ്യക്കാക്കിയ കർത്തേ. ഇന്ന് ലോകത്തിലുള്ള മനുഷ്യൻ സത്യമറിയാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് കാണുമ്പോൾ ബാബയ്ക്ക് അത്ഭുതം വരാറുണ്ട്. ലോകത്തെ മനുഷ്യൻ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു. ആണ് ബച്ചോ കം പൈതാഹോ, ഫാമിലി പ്ലാനിങ്, ജനസംഖ്യ കുറയ്ക്കണം, കുട്ടികളുടെ എണ്ണം കുറയ്ക്കണം. അതിനുവേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്, എന്തെല്ലാം പ്ലാനുകൾ തയ്യാറാക്കുന്നു. തലയിട്ടടിക്കുകയാണ് ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മനസ്സിലാക്കുന്നില്ല, ലോകത്തിലെ ജനസംഖ്യ കുറയ്ക്കുക എന്നുള്ള ജോലി മനുഷ്യൻ്റേതല്ല, അത് ബാബയുടെ ജോലിയാണ്. എങ്ങനെ ബാബ മനുഷ്യരെ കുറയ്ക്കുന്നത്, ജനസംഖ്യ കുറയ്ക്കുന്നത്? ഇത് യുക്തിയുണ്ട്. ബാബയുടെ ജോലിയാണ് ജനസംഖ്യ കുറയ്ക്കുക എന്നുള്ളത്, അല്ലാണ്ട് മനുഷ്യൻ്റെ ജോലിയല്ല. ഇത് ബാബയുടെ ജോലിയാണ്. അപ്പോൾ ബാബ ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ചെയ്യും, അതേസമയം ബാക്കി അനേക ധർമ്മത്തിൻ്റെ വിനാശവും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒറ്റ ക്ഷണം കൊണ്ടാണ് രണ്ട് നടക്കുക. ഒന്നുണ്ടാക്കുമ്പോൾ ഒന്ന് നശിപ്പിക്കുന്നു.
കാരണം ഇന്ന് ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം മെഡിസിനുകളെല്ലാം കണ്ടെത്തുന്നു. പലതരത്തിലുള്ള ടാബ്ലറ്റുകൾ, മെഡിസിനുകളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എത്രമാത്രം മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നു, കണ്ടുപിടിക്കുന്നു. ഏകധർമ്മത്തിൻ്റെ സ്ഥാപനം നടക്കുകയാണ്. അപ്പം ആ സമയം വരികയാണ്. അപ്പം എല്ലാവരും പറയും എന്താണ്, ഇവർ പവിത്രമായിരിക്കും, ഇവർ പവിത്രമായിരിക്കണം. ഇപ്പം പറഞ്ഞാൽ പവിത്രത കേട്ട ആൾക്ക് അതിശയം വരും, അവർ കുറ്റപ്പെടുത്തും, അവർക്ക് ഭയക്കും. നാളെ അവരും ഇത് സംഭവിക്കും. അതെല്ലാവരും പറയും പവിത്രമായിരിക്കണം എന്നുള്ള വാക്ക്. ആ വാക്കുകൾ ഉച്ചരിക്കുന്ന ആരും ചെയ്യുന്നില്ല, പവിത്രം എന്ന വാക്ക്. എന്നാൽ അത് കഴിഞ്ഞാലോ, ദേവതയെ കഴിഞ്ഞാലോ, അവിടെ പിന്നെ ഒരു തരത്തിലുള്ള മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടുത്തെ ഫാമിലി പ്ലാനിങ്ങും പ്രകൃതി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്, അതുപോലെ ഉണ്ടാക്കും. അതുകൊണ്ട് എന്താണ്, ദേവർക്കൊരിക്കലും ആശയക്കുഴപ്പങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ബാബ നൽകുന്ന മരുന്ന് എന്താണ്? അതിന് വേണ്ടിയിട്ട് നൽകുന്ന മരുന്നാണ് മന്മനാഭവയുടെ മരുന്ന്. അതിലൂടെ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് പവിത്രമായിരിക്കാൻ സാധിക്കും. അച്ഛാ मीठे मीठे सीख लदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. മുരളിയിലെ ധാരണയ്ക്കുള്ള മുഖ്യ സാരം, പവിത്രമായിരുന്നുകൊണ്ട് പക്ക വൈഷ്ണവനാകണം. ആ പക്ക വൈഷ്ണവൻ, അണ്ടർലൈൻ, ആരാണ് വൈഷ്ണവൻ? അശുദ്ധിയെ കൈകൊണ്ട് തൊടത്തില്ല. ചില സ്ഥൂലത്തിലുള്ള ബ്രാഹ്മണർ സ്പർശിക്കില്ല അശുദ്ധിയെ. എന്നാൽ പക്കാ ബ്രാഹ്മണൻ എന്താണ്? മനസ്സുകൊണ്ട് പോലും സ്പർശിക്കില്ല. അതാണ് പോയിന്റ്. കൈകൊണ്ട് സ്പർശിക്കാതെ അത് വേറെ വിഷയം. പക്ഷെ മനസ്സുകൊണ്ട് പോലും സ്പർശിക്കാതിരിക്കുക, അത് ആ സബ്ജക്റ്റ് അല്പം ടഫാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, പക്കാ വൈഷ്ണവ്. അതുകൊണ്ട് ഖാൻ പാനിക്ക് പൂരി പർഹേജ് കർണിക്ക്, നിങ്ങൾ കഴിക്കുന്ന കുടിക്കുന്ന ആഹാരപാനീയങ്ങളെല്ലാം നല്ല പഥ്യം പാലിക്കണം. അപ്പം ശ്രേഷ്ഠമായി മാറുന്നതിന് ശ്രേഷ്ഠമായ മതപ്രകാരം തീർച്ചയായിട്ടും നടക്കണം. ശ്രേഷ്ഠമാകണമെങ്കിൽ ശ്രേഷ്ഠമായ മതം, അതാണ് ശ്രീമത്, അതിലൂടെ നടന്നേ പറ്റും. പിന്നെ മുരളിയിലൂടെ നമ്മൾ സ്വയം റിഫ്രഷ് ആകണം. എവിടെ ഇരുന്നാലും സതോപ്രധാനം ആകുവാൻ വേണ്ടിയുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഒരു ദിവസം പോലും മുരളി മിസ് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ മുരളിയിലെ വരദാനമാണ്, जुदाई को सदाकाल के लिए विदाई लेने वाले स्नेही स्वरूप आत्मा भव. അതായത് ബാബയിൽ നിന്നും ഇത്രയും കാലം നമ്മൾ അകന്നിരിക്കുകയായിരുന്നു. ഇനി ആ അകൽച്ചയ്ക്ക് എന്നേക്കുമായിട്ട് വിട കൊടുക്കുക. ഈ ഒരു സംഗമികത്തിൽ മാത്രമാണ് അകൽച്ചയ്ക്ക് വിട കൊടുത്തിട്ട് സദാ എപ്പോഴും ബാബയുടെ കൂടെ തന്നെ ഇരിക്കുക. എന്നാ ജുദായിക്കോ സദാകാൽക്കെ വിദായി, ആ സെപ്പറേഷൻ എന്നുള്ള അവസ്ഥയ്ക്ക്, അകന്നിരിക്കുക എന്നുള്ള അവസ്ഥയ്ക്ക് എന്നേക്കും വിട കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ സ്വരൂപനായിട്ട് ഭവിക്കും. ജോ സ്നേഹിക്കോ പസന്ത് ഹേ, ആരാണോ തന്നെ സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നത്, ആ സ്നേഹി 12 ഒരേ വാക്കാണ്, സ്നേഹിക്കോ പസന്ത് ഹേ, തന്നെ സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നത്. വഹി സ്നേഹ് കർണേ വാലേക്കോ പസന്ത് ഹോ, തിരിച്ചും അങ്ങോട്ടായിരിക്കും. അപ്പം സ്നേഹിയായിട്ടുള്ളവരെ ഇഷ്ടപ്പെടുന്നവർ ആ സ്നേഹം ചെയ്യുന്ന ആളെ ഇഷ്ടപ്പെടുന്നു. ഇത് ശരിക്കും സ്നേഹത്തിൻ്റെ ഒരു സ്വരൂപമാണ്. എന്നെ സ്നേഹിക്കുന്നവർ ആളാരാണോ അവരെ ഞാൻ
പസന്ത് ഇഷ്ടപ്പെടും. അവരെൻ്റെ സ്നേഹിയാണ്, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. തിരിച്ച് അങ്ങനെ തന്നെ. അപ്പം ഇതാണ് സ്നേഹത്തിൻ്റെ സ്വരൂപം. ശരിക്കും ആ ഒരു ലൈൻസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ ഒരേ ഡബിൾ മീനിങ്സ് വരുന്നു ഒരു വാക്കിന് തന്നെ അല്ലെ. വാട്ട് എവർ ദ പേഴ്സൺ യു ലവ്സ്, നമ്മൾ ഏതൊരു വ്യക്തിയാണോ നമ്മൾ സ്നേഹിക്കുന്നത്, തീർച്ചയായിട്ടും അവരാൽ നിങ്ങളും സ്നേഹിക്കപ്പെടും. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നോ അവരാൽ നിങ്ങളും സ്നേഹിക്കപ്പെടും. വാട്ട് എവർ ദ പേഴ്സൺ യു ലവ് ലവ്സ്, ഇറ്റ് ഈസ് ലവ്ഡ് ബൈ യുവർ സെൽഫ്. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ആശയക്കുഴപ്പം പോലെ വന്നു, ഡബിൾ മീനിങ്സ് വന്നിരിക്കുന്നു ഒരേ വാക്കിനാണ്. ഭാവന വാക്യം സ്നേഹി കോ പസന്ത് ഹേ, വാഹി സ്നേഹ് കർണേ വാലെ കോ പസന്ത് ഹോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുക്കുകയും എടുക്കുകയും ചെയ്യുക, ഇത് സ്നേഹത്തിൻ്റെ സ്വരൂപമാണ്. ചൽന ഖാന പീന രഖ്ന स्नेही के दिल पसंद हो, इसलिए जो भी संकल्प व कर्म करो तो पहले सोचो ഇത് സ്നേഹി ബാക്ക ദിൽ പസന്ത്. അപ്പം നമ്മളുടെ നടപ്പം, നമ്മുടെ കഴിക്കുന്നത്, നമ്മൾ കുടിക്കുന്നത്, നമ്മൾ വസിക്കുന്നത്, ഇതൊക്കെ എന്താണ്? സ്നേഹിക്ക് ദിൽ പസന്ത്. നമുക്കറിയാം ഇപ്പോൾ കൂട്ടുകാർ നമ്മുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ യാത്ര പോകുമ്പോൾ നമ്മളെപ്പോഴും അവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. അവർക്ക് എന്ത് വേണം അത് ഞാൻ മേടിക്കും, അവരെയും കഴിപ്പിക്കും, ഞാനും കഴിക്കും. അവർക്കെന്താ ഇഷ്ടപ്പെട്ടത് അത് വാങ്ങിക്കൊടുത്ത് അവരെയും കുടിപ്പിക്കും, ഞാനും കൊടുക്കും. അപ്പോൾ അവിടെ എൻ്റെ താല്പര്യങ്ങൾക്കല്ല പ്രാധാന്യം, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ആളാരാണോ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ പ്രിഫറൻസ് കൊടുക്കും. അതുപോലെ നടക്കലും കഴിക്കലും കുടിക്കലും വസിക്കലും എല്ലാം ആ സ്നേഹിക്ക് ഞാൻ ആരെ ഇഷ്ടപ്പെടുന്നോ അവരുടെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ടതാണ്. ജോ സങ്കല്പ കരം കറുത്തോ, അതുകൊണ്ട് എന്താണ്, ഞാൻ ഏത് സങ്കല്പം ചെയ്യുമ്പോഴും ഏത് കർമ്മം ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കും, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആരെയാണ്? ദിൽ പസന്ത് ആരാണ്? ബാബയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും എൻ്റെ കർമ്മവും എൻ്റെ ചിന്തയും എല്ലാം ബാബയ്ക്ക് ഇഷ്ടമാണോ? ആണെങ്കിൽ അത് ചെയ്യും. ബാബയ്ക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ, ചില ഫ്രണ്ട്സ് പറയാറില്ലേ, അവൻ ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല, അവന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട, പറയാറില്ലേ നമ്മൾ? അത്ര ഇൻറ്റിമസി വരുമ്പോൾ പറയും, അവൻ എന്ത് ഇഷ്ടപ്പെടുന്നോ അത് ഞാൻ എനിക്കിഷ്ടമാണ്, അവൻ എന്ത് പറഞ്ഞോ അത് ഞാൻ ചെയ്യും, അവന് വേണ്ടേ എനിക്കും വേണ്ട, അവന് വേണ്ടാത്തത് എനിക്ക് വേണ്ട, അവനില്ലെങ്കിൽ ഞാനില്ല. അത്ര തന്നെ, അതാണ് എൻ്റെ മീനിങ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്, ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഐസേ സച്ചേ സ്നേഹി ബനു, അപ്രകാരം നമ്മൾ സത്യമായ സ്നേഹിയായിട്ട് മാറൂ. അപ്പോൾ നിരന്തര യോഗിയും സഹജയോഗിയുമായിട്ട് മാറാൻ സാധിക്കും. പിന്നെ സ്നേഹത്തിൻ്റെ സ്വരൂപം എന്താണ്? സമാനമാവുക എന്നുള്ളതാണ്. ഞാനൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഇഷ്ടപ്പെടുന്ന ആൾക്കും എനിക്ക് തമ്മിൽ സമാനത ഉണ്ടാകണം പല കാര്യത്തിലും. ആ സമാനത വരുമ്പോൾ മാത്രമാണ് ശരിയായ ഇഷ്ടപ്പെടലും ശരിയായ ബന്ധുത്വവും ശരിയായ ഫ്രണ്ട്ഷിപ്പും ഉണ്ടാകുന്നത്. അപ്പോൾ യദി സ്നേഹ സ്വരൂപ് ഹോ സമാൻ സ്വരൂപ് പരിവർത്തൻ കർത്തോ, ആ സ്നേഹി സ്വരൂപത്തെ, ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്വരൂപത്തെ സമാനമാക്കി മാറ്റും. ആ സമാനതയിലേക്ക് നമ്മൾ നമ്മളെ പരിവർത്തനപ്പെടുത്തും. അപ്പോൾ നമുക്ക് അമർ ഭവ എന്നുള്ള വരദാനം കിട്ടും. മാത്രമല്ല അകന്നിരിക്കുന്ന, വേറിട്ടിരിക്കുന്ന ആ അവസ്ഥയെ സദാകാലത്തേക്ക് വിട പറയും. ഇനി ഞാനും ഭാവയുമായിട്ട് ഇനി ഒരു സെക്കൻഡ് പോലും വേറിട്ടിരിക്കില്ല. കാരണം ഇത്രയും കാലം വേറിട്ടിരുന്നു, അകന്നിരുന്നു, ഇനി അതുണ്ടാവില്ല. അകന്നിരിക്കുക എന്ന പ്രോസസ്സിന് സദാകാലത്തേക്ക് വിട കൊടുത്തിട്ട് എന്നും അടുത്ത് തന്നെ ഇരിക്കുക. സ്ലോഗൻ സ്വഭാവ് ഈസി ഔർ പുരുഷാർത്ഥ് അറ്റൻഷൻ വാല ബനാവോ. നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ഈസി ആയിരിക്കണം, പുരുഷാർത്ഥത്തിൽ അറ്റൻഷൻ ആയിരിക്കണം. അവന് സ്വഭാവത്തിൽ അവരുടെ ഈസി ആകാതെ അതിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് റഫ് ആൻഡ് ടഫായിരുന്നിട്ട് പുരുഷാർത്ഥത്തിൽ ലേസി ആയ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഈസി ആൻഡ് ലേസി ഇത് രണ്ടും എവിടെയൊക്കെയാണ് വെക്കേണ്ടത്? അപ്പോൾ സ്വഭാവത്തിൽ എപ്പോഴും ധരിക്കണം ഈസി. എന്താ ഈസി നേച്ചർ? എന്താ ഈസി നേച്ചർ എന്ന് പറഞ്ഞാൽ സമയവും സന്ദർഭവും വാതാവരണവും അനുസരിച്ച് എല്ലാ ആത്മാക്കളുമായിട്ട് ഒത്തുപോകാനുള്ള ആ സിംപ്ലിസിറ്റിയാണ് ഈസിനെസ്. ഏത്
തലത്തിൽപ്പെട്ട ആത്മാക്കളുമായിട്ടും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് മുൻപോട്ട് പോകുവാൻ സാധിക്കും. ആ രീതിയിൽ അവർ അവരുടെ മനസ്സിനെയും സങ്കല്പത്തെയും കർമ്മത്തെയും മോൾഡ് ചെയ്യും. റഫ് അല്ല. റഫായ കുഴപ്പം എന്താണ്? വളയ്ക്കുമ്പോൾ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും വഴങ്ങാൻ, എനിക്ക് വഴങ്ങാൻ നിവൃത്തിയില്ല, എനിക്കത് വഴങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഒടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ റഫാണ്, റിജിഡാണ്. അതുകൊണ്ട് ഭാവന ഈസി നേച്ചർ അങ്ങനെയല്ല. ആരുമായിട്ടാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സ്ഥിതി നിലനിർത്തിക്കൊണ്ടായിരിക്കും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ മോൾഡാകും, വഴങ്ങും, വളയും, പക്ഷെ ഒടിയില്ല. അർത്ഥം എത്ര വഴങ്ങിയാലും എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ഞാൻ തന്നെയാണ്. എൻ്റെ സ്വത്വം നഷ്ടപ്പെടില്ല. എൻ്റെ സ്വത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ എന്താണ് സഹയോഗത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അതുകൊണ്ട് സ്വഭാവത്തിൽ എപ്പോഴും ഈസി ആയിരിക്കണം. എന്നാൽ പുരുഷാർത്ഥത്തിൽ ഈസി ആകരുത്. എന്താ? നമുക്ക് നാളെ ചെയ്യാം, അത് നാളെ ചെയ്യാം, ഇപ്പോൾ ചെയ്യണം, ഇപ്പോൾ ചെയ്യണ്ട. ഇതാണ് വഴങ്ങുന്നത്. അപ്പോൾ പുരുഷാർത്ഥത്തിൽ അങ്ങനെ വഴങ്ങാൻ പാടില്ല. എന്ത് വന്നാലും റിജിഡായി, അത് ഒടിയാൻ അത് റിജിഡായിരിക്കുകയും വേണം, എന്നാൽ ഒടിയുകയും ചെയ്യരുത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈസിയാല കുഴപ്പം എന്താണ്? ഇങ്ങനെ ചിന്തിക്കുമോ, നാളത്തോട്ട് തുടങ്ങാം, ഇന്ന് ഇത്രയൊക്കെ മതി, ക്ഷീണം വന്നു, ഇന്ന് പോകണ്ട, നാളെ പോകാം. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളെന്താവുന്നു, പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നു. അതുകൊണ്ട് അവിടെ ഈസി ആകരുത്. പുരുഷാർത്ഥത്തിൻ്റെ വിഷയത്തിൽ അറ്റൻഷൻ, ശ്രദ്ധ മീൻസ് ആക്യുറസി, കൃത്യതയാണ്. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഒട്ടും തന്നെ ഇല്ല. സ്വഭാവത്തിലാണെങ്കിലോ നമ്മൾ പലപ്പോഴും പലയിടത്തും പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. അപ്പോൾ വിട്ടുവീഴ്ച വേണ്ടത് സ്വഭാവത്തിലും വിട്ടുവീഴ്ച പാടില്ലാത്തത് പുരുഷാർത്ഥത്തിലുമാണ്. അതുകൊണ്ട് അറ്റൻഷൻ ബാലാബേനാണ്. പുരുഷാർത്ഥത്തിൽ അറ്റൻഷൻ ഉള്ളവരായിട്ടും സ്വഭാവത്തിൽ ഈസി ഉള്ളവരായിട്ടും മാറണം. അപ്പോൾ ഈ സ്ലോഗൻ വളരെയധികം ഡെപ്തിൽ ഒരു സെൽഫ് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടോപ്പിക്സാണ്. എന്ത്? സ്വഭാവത്തിൽ ഈസിനെസ്. അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗൃഹത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഈസിനെസ് കൊണ്ടുവന്ന് സംബന്ധികളുമായിട്ട് നമുക്ക് നല്ല ഇൻട്രാക്ഷൻ വെച്ച് മുൻപോട്ട് പോകാം. കുടുംബത്തിൽ നമുക്കെങ്ങനെ എല്ലാവരുടെയും സ്നേഹിയായിരിക്കാം. അതിലൂടെ കുടുംബ അന്തരീക്ഷം എങ്ങനെ ഹാപ്പിയാക്കി വയ്ക്കാം. അതേസമയം നമ്മൾ പുറത്തു പോയി സമ്പർക്കത്തിൽ ആത്മാക്കളും വരുമ്പോഴത്തേക്കും അവിടെ ഏതൊക്കെ രീതി നമുക്ക് ഈസിനെസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ ഓഫീസിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ട് അവരുടെ സ്നേഹത്തിന് പാത്രമായി ആ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവരുടെയും ഹെൽപ്പ് കൊടുത്തും മുൻപോട്ട് പോയി നമ്മുടെ ജോലിയിൽ നമുക്ക് എൻജോയ്മെൻറ്റ് കൊണ്ടുവരാം. അതെങ്ങനെ കൊണ്ടുവരും? അതിന് എവിടെയൊക്കെ ഈസി ആകണം? ഈസിനെസ് ആകുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ ലേസി അല്ല. ഈസി ആകുമെന്ന് കരുതി ഒരിക്കലും നമ്മുടെ സ്വത്വം ഇല്ലാതാകുന്നില്ല. നമ്മളങ്ങനെ എല്ലാത്തിനും വഴങ്ങി കൊടുത്താൽ നമ്മുടെ സ്വത്ത് തന്നെ എല്ലാത്തിനും കൊടുക്കുമ്പോൾ പറയുന്നില്ലല്ലോ. വഴങ്ങി കൊടുക്കേണ്ടടുത്ത് കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. എല്ലായിടത്തും വഴങ്ങാൻ പറയുന്നുമില്ല. അങ്ങനെ വഴങ്ങി കൊടുക്കേണ്ടി വന്നാൽ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? തൻ്റെ സ്വത്വം, തൻ്റെ അവസ്ഥ, തൻ്റെ സ്റ്റാറ്റസ് അത് നഷ്ടപ്പെടാനും പാടില്ല. അവനാണ് സ്വമാനത്തിൽ ഇരുന്നു കൊണ്ട് അതൊക്കെ ചെയ്യണം. സ്വന്തം മാനം നഷ്ടപ്പെടുത്തരുത്. സ്വന്തം മാനം കീപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെക്ക് ബഹുമാനം കൊടുക്കണം. അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണം, റിഗാർഡ് കൊടുക്കണം, അനുസരിക്കണം. അവർ പറയുന്നതും കേൾക്കണം. പക്ഷെ കേൾക്കാൻ പറയുമ്പോൾ നമ്മുടെ സ്വത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, സ്വമാനം കളഞ്ഞുകൊണ്ട്, സ്വയം അപമാനിതനായിക്കൊണ്ട് വേണ്ട മറ്റൊരാളെ ബഹുമാനിക്കേണ്ട. അപ്പോൾ ഈസിനെസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വ്യാപ്തി ഒത്തിരിയുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽസ് ഒത്തിരിയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതേസമയം നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അറ്റൻഷൻ കൊടുക്കുകയും വേണം. ഒരു സ്ഥലത്ത് ഈസി ആകുമ്പോൾ മറു സ്ഥലത്ത് നമ്മൾ കട്ട് ആൻഡ് റൈറ്റ് ആയിരിക്കണം. ഇന്നത്തെ വാണി ബാബ എന്തൊക്കെയാണ് പറഞ്ഞത്? പോയിന്റ്സ് പറയൂ എല്ലാവരും. മനുഷ്യനിൽ നിന്നും അമരലോകത്തെ ദേവതയായി മാറണം നമ്മൾ ഈ പഠിപ്പിലൂടെ. ഈ പഠിപ്പ് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്കും അതിന്റെ അവകാശമുണ്ട്. കേൾക്കാൻ. കാരണം അവരും ബാബയുടെ മക്കളാണ്. ശരീരം കൊണ്ടാണ് ഇവരുടെ കൊച്ചുകുട്ടിയായിട്ടുള്ളൂ, പക്ഷെ അത് ആത്മാവല്ലേ. ബാബ എടുത്തു പറഞ്ഞു അവരും ശിവബാബയുടെ മക്കളാണ്. അതുകൊണ്ട് അവർക്കും അച്ഛൻ്റെ സ്വത്തിന് അവകാശമുണ്ട്.
പിന്നെ അടുത്തയാള് പറയൂ. ചോദിച്ച ചോദ്യം, നിങ്ങൾ കുട്ടികൾ ഏതൊരു ജ്ഞാനം മനസ്സിലാക്കുന്നത് കാരണത്താൽ പരിധിയില്ലാത്ത സന്യാസം ചെയ്യുന്നു. പറയുന്ന ഉത്തരം, നിങ്ങൾക്ക് ഡ്രാമയുടെ യഥാർത്ഥ ജ്ഞാനമുണ്ട്. നിങ്ങൾക്കറിയാം, ഡ്രാമ അനുസരിച്ച് ഇപ്പോൾ ഈ മുഴുവൻ മൃത്യുലോകത്തിനും പത്നീഭൂതമാണ്. ഇപ്പോൾ ഈ ലോകം കാലത്തേക്ക് ഇല്ലാത്തതായിരിക്കും. നമുക്ക് മൂല്യമുള്ള ഉണ്ടാകണം. ഇതിൽ എന്തെല്ലാമാണോ സംഭവിക്കുന്നത് അത് വീണ്ടും അതുപോലെ തന്നെ ഗർഭത്തിന് ശേഷം ആവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ മുഴുവൻ ലോകത്തിൽ പരിധിയില്ലാത്ത സന്യാസം ചെയ്തിരിക്കുന്നു. ഓം ശാന്തി. തമ്മിലെ ക്വസ്റ്റ്യാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സന്യാസം പരിധിയില്ലാത്തതാകുന്നു. വെറുതെ ഒരു എന്താണ് മത്ലബ് സേ നഹി. നമ്മൾ സന്യാസം സ്വീകരിച്ചത്, വൈരാഗിയായത് നിവൃത്തികേട് കൊണ്ടല്ല, പകരം തിരിച്ചറിവിലൂടെയാണ്. ഇന്ന് ലോകത്ത് ആളുകൾ രണ്ട് രീതിയിൽ സന്യസിക്കുന്നവരുണ്ട്. നിവൃത്തികേട് കൊണ്ട് സന്യസിക്കാതെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് സന്യസിച്ചു പോകുന്നു. പക്ഷെ ആ സന്യാസം റിയൽ അല്ല, നാച്ചുറൽ അല്ല. കാരണം ശരീരം കൊണ്ട് സന്യസിച്ചാലും മനസ്സുകൊണ്ട് അവർ പഴയ ലോകത്ത് തന്നെ രമിച്ചുകൊണ്ടിരിക്കും. മറ്റേത് അങ്ങനെയല്ല, ഉൾക്കൊണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി തന്നെയാണ് സന്യസിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ഒരിക്കലും അവരുടെ മനസ്സ് പഴയ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നതല്ല. അവരുടെ യാത്ര വൺ ഡയറക്ഷൻ, യൂണി ഡയറക്ഷൻ, സ്ട്രൈറ്റ് ഫോർവേഡ്. ഏത് ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയോ ആ മാർഗത്തിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അവർ പിന്നോട്ട് തിരിഞ്ഞു നോക്കുക പോലുമില്ല. മറ്റേത് അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് പുറകോട്ടൊന്ന് നോക്കും. ആരെങ്കിലും ഞാൻ പോകും എന്ന് പറയും. എന്നിട്ട് പറയും, നോക്കും വിളിക്കുന്നുണ്ടോ. മനസ്സ് പറയുന്നതാണ്, എന്നെ വിളിക്കുന്നാണ് പറയുന്നത്. ഞാൻ പോകും എന്ന് പറയും. മനസ്സ് പറയും, എന്നെ ഒന്ന് വിളിക്കൂ. അങ്ങനത്തെ വൈരാഗ്യം വേണ്ട. എന്തൊക്കെയോ ആഗ്രഹിച്ചു, അത് കിട്ടാതെ വന്നപ്പോൾ ഇനി എനിക്കൊന്നും വേണ്ട, ഇതൊന്നും ശരിയല്ല, ഇത് നല്ലതല്ല, കൊള്ളാത്ത സാധനമാണ്, കിട്ടാത്ത മുതൽ ഞാൻ പുളിക്കുന്നു കൊടുക്കാൻ പറഞ്ഞതുപോലെ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഈ ലോകം ശരിയല്ല, ഇതൊക്കെ അസത്യമാണ്, ജഗത്ത് മിഥ്യയാണെന്ന് പറയുന്ന സന്യാസമല്ല വേണ്ടത്. ഈ ലോകത്തെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ സത്യസ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് യുക്തിയുക്തമായിട്ട് ബുദ്ധി കൊണ്ട് അതിൽ നിന്നും വേറിട്ടിരിക്കുന്ന ആ ഒരു സന്യാസം. അതാണ് ഡ്രാമയുടെ നോളജ് നമുക്ക് തരുന്നത്. അടുത്തത് ഇനി ആരുമില്ലേ പോയിന്റ്സ് പറയാൻ? ലീലാമാജി, അപ്പോൾ നമുക്കൊന്ന് യോഗം ചെയ്യാം. सुगंध से जीवन में सुख ही सुख मिला, पवित्रता का हृदय कुंज में ऐसा